ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം സാധാരണ കാലം 12-ാം ഞായർ. റോമാലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. അതുകൊണ്ട് ഒരു മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്രകാരം എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലേക്കും കടന്നിരിക്കുന്നു. ന്യായപ്രമാണം വരെ പാപം ലോകത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. എങ്കിലും വരാനിരുന്നവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായ പാപം ചെയ്യാത്തവരുടെ മേലും മരണം ആദാം മുതൽ മോശ വരെ ആധിപത്യം പുലർത്തിയിരുന്നു. എന്നാൽ ലംഘനം പോലെയല്ല കൃപാദാനം. ഒരുവന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകരിലേക്ക് ഏറ്റവും അധികം കവിഞ്ഞൊഴുകിയിരിക്കുന്നു. റോമാലേഖനം 5-ാമത്തെ അധ്യായം 12 മുതൽ 7-ാമത്തെ അധ്യായം 25-ാം വാക്യം വരെ മൂന്ന് പ്രധാനപ്പെട്ട സംഗതികളാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചനം, അതാണ് 5-ാമത്തെ അധ്യായം 12 മുതൽ 21 വരെ വാക്യങ്ങളിലും. 6-ാമത്തെ അധ്യായം 1 മുതൽ 23 വരെ സ്വാർത്ഥതയിൽ നിന്നുള്ള മോചനം. 7-ാമത്തെ അധ്യായത്തിൽ ന്യായപ്രമാണത്തിൽ നിന്നുള്ള മോചനം. ഈ 3 കാര്യങ്ങളാണ് 5, 6, 7 അധ്യായങ്ങളിൽ വർണ്ണിക്കുന്നത്. അതിൽ 5-ാമത്തെ അധ്യായം 12 മുതൽ 21 വരെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ മനുഷ്യനായ ആദാമും അവസാനത്തെ മനുഷ്യനായ ക്രിസ്തുവുമായി താരതമ്യം ചെയ്യുകയാണ് പൗലോസ്. രണ്ടുപേരുടെയും പ്രവൃത്തികൾ ലോകത്തെ ആകമാനം ബാധിക്കുന്നു. കാരണം രണ്ടുപേരും മറ്റെല്ലാ മനുഷ്യർക്കും മാനദണ്ഡമാണ്. എല്ലാ മനുഷ്യർക്കും മാനദണ്ഡമാണ് ആദ്യത്തെ മനുഷ്യനും അവസാനത്തെ മനുഷ്യനും. രണ്ടുപേരും തമ്മിൽ അതുകൊണ്ട് സാദൃശ്യമുണ്ട്. അവരുടെ പ്രവൃത്തികൾ മറ്റെല്ലാവരും ബാധിക്കുന്നത് കൊണ്ട്. അതേസമയം അവർ തമ്മിൽ വലിയ അന്തരമുണ്ട്. ദുരിതം കൊണ്ടാണ് ആദാം ലോകത്തെ നിറച്ചത്. അവസാനത്തെ മനുഷ്യനായ അവസാനത്തെ ആദാമായ ക്രിസ്തുവാകട്ടെ ലോകത്തെ പാപത്തിന്റെ അടിമത്തിൽ വീണ്ടെടുക്കുകയും കൃപ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ കൃപ എന്ന കാര്യത്തിനാണ് പൗലോസ് ഇങ്ങനെ ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 385, 388 നിങ്ങൾക്ക് വായിക്കാം. പഴയ മനുഷ്യവംശത്തിന്റെ തലവനാണ് ആദാം. പുതിയ വീണ്ടെടുക്കപ്പെട്ട പുതിയ മനുഷ്യവംശത്തിന്റെ തലവനാണ് അവസാനത്തെ ആദാമായ അവസാനത്തെ മനുഷ്യനായ ക്രിസ്തു. അവസാനത്തെ മനുഷ്യൻ എന്ന വാക്കിന് ഉപയോഗിക്കുന്ന എസ്ഹാത്തോസ് എന്ന വാക്കാണ് നമ്മൾ അവസാനം എന്ന് പറയുന്നത്. എസ്ഹാത്തോളജി, അന്ത്യത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഈ എസ്ഹാത്തോസ് എന്നതിന് വേറെ അർത്ഥങ്ങളുണ്ട്. പെർഫെക്റ്റ് മാൻ എന്നർത്ഥമുണ്ട്. എല്ലാം തികഞ്ഞ മനുഷ്യൻ, പരിപൂർണതയുള്ള മനുഷ്യൻ, ദ കംപ്ലീറ്റ് മാൻ, എല്ലാം തികഞ്ഞ മനുഷ്യൻ. പിന്നെ ദ ഫ്യൂച്ചർ മാൻ, ഭാവിയുടെ മനുഷ്യൻ. പിന്നെ മാതൃകാ മനുഷ്യൻ, ദ എക്സംപ്ലറി മാൻ എന്നൊക്കെ തർജ്ജമ ചെയ്യാം. അപ്പോൾ അവസാനത്തെ ആദം എന്ന് പറയുന്നത് പോലും കറക്റ്റാണ്. കാരണം ദൈവം മനുഷ്യനായ ആളാണ് ക്രിസ്തു. ദൈവം മനുഷ്യനായ ആളാണ്. ദൈവം മനുഷ്യനായ ആളായതുകൊണ്ട് തന്നെ അവനാണ് അവസാനത്തെ ആള്. അവനിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ ലോകത്തിന്റെ അവസാനം തുടങ്ങി. ഇപ്പം നമ്മൾ ലോകാവസാന നാളുകളിലാണ്. അത് ഒരു പ്രക്രിയയാണ്. അതിന് സമാപനത്തിൽ അവൻ വീണ്ടും വരും. അപ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകും. ഈ ഭൂമി നശിക്കുമെന്നോ ഈ ആകാശം നശിക്കുന്നോ അങ്ങനെയൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. രൂപാന്തരപ്പെടുമെന്നാണ്. മനുഷ്യന് ജീവിക്കാൻ ഭൂമി ആവശ്യമുള്ളതുപോലെ നമ്മൾ ഉയർത്തിട്ട് ചെല്ലുമ്പോഴും രൂപാന്തരപ്പെട്ട ഒരു പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമാണ് നമ്മൾ ജീവിക്കുക. അതിനെയാണ് പുതിയ ജെറൂസലം, സ്വർഗത്തിൽ നിറങ്ങുന്ന പുതിയ നഗരം എന്നൊക്കെ ഈ വെളിപാട് പുസ്തകം പറയുന്നത്. ഇതൊരു തീർത്തും ക്രൈസ്തവമായ സങ്കല്പമാണ്. ഗ്രീക്ക് തത്വശാസ്ത്രം അനുസരിച്ച് ആത്മാവിന് ജീവിക്കാൻ ശരീരം വേണ്ട. നമ്മുടെ ഹിന്ദു സഹോദരന്മാർ വിചാരിക്കുന്നതും ആത്മാവിന് ജീവിക്കാൻ ശരീരം വേണ്ടെന്നാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല ക്രിസ്ത്യാനികൾക്ക്. കാരണം ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടാണ് മനുഷ്യന്റെ ജീവനം, ശരീരവുമായി ബന്ധപ്പെട്ടാണ് ആത്മാവിന്റെ ജീവനം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ ക്രൈസ്തവർക്ക് കഴിയില്ല. കാരണം നമ്മളെ കർത്താവിശ്വാസം വെളിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്, നമ്മൾ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു മനുഷ്യൻ തനിച്ച് ഇല്ലേ, ഒരു മനുഷ്യന്റെ രക്ഷയെക്കുറിച്ചല്ല പറയുന്നത്. മനുഷ്യവംശത്തിലെ എല്ലാവരുടെയും രക്ഷയെക്കുറിച്ചാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ പാപത്തിന് രക്ഷ പ്രാപിക്കുന്നതോ നരകത്തിൽ പോകാതിരിക്കുന്നതോ അതൊന്നുമല്ല ക്രൈസ്തവ സങ്കല്പം. മനുഷ്യവംശത്തെ ഒറ്റയായിട്ടാണ് കാണുന്നത്. ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ളത് ഒരൊറ്റ ഏകകമായിട്ടാണ്, ഒരു യൂണിറ്റ് ആയിട്ടാണ് ബൈബിൾ കാണുന്നത്. അങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ആദാമിന്റെ പാപവും യേശുക്രിസ്തുവിന്റെ കൃപയും എല്ലാവരെയും ബാധിക്കുന്നതാണ്. അതെങ്ങനെയാണ് ബാധിക്കുന്നത് അവതരിപ്പിക്കുമ്പോൾ
പൗലോസ് പറയുന്ന പ്രധാനപ്പെട്ട സങ്കല്പങ്ങളിൽ ഒന്നാണ് ഉദ്ഭവഭാവം എന്ന് പറയുന്നത്. ഉദ്ഭവഭാവം അതിന്റെ അടിത്തറയാണ് റോമാലേഖനം 5:12. ഒരു മനുഷ്യനാൽ പാപവും പാപം മൂലം മരണവും ലോകത്തിലേക്ക് കടന്നു. ഒരു മനുഷ്യനാൽ പാപം ആദാമിലൂടെ ലോകത്തിലേക്ക് അതിക്രമിച്ച് കയറി എന്നാണ് പൗലോസ് പഠിപ്പിക്കണേ. ദൈവത്തോടുള്ള തന്റെ പ്രതിബദ്ധതയെ ക്ഷീണിപ്പിക്കാൻ ആദാം തന്റെ ഭാര്യയുടെയും പിശാചിന്റെയും പ്രലോഭനങ്ങളെ അനുവദിച്ചു എന്ന് പറയാം. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിലുള്ള ആ സംഭവത്തിലേക്കാണ് കൈച്ചൂണ്ടുന്നത്. ജ്ഞാനം 2:24 അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു മനുഷ്യനാൽ പാപം കടന്നെന്ന് പറയണേ. പാപത്തെ ഒരാളായി സങ്കല്പിച്ചിരിക്കുകയാണ്, ഒരാളായിട്ട് സങ്കല്പിച്ചിരിക്കുക. ദുഷ്ടവിചാരവും ദ്രോഹബുദ്ധിയുമുള്ള തിന്മയുടെ ഈ ശക്തി എപ്പോഴും ദൈവത്തെ എതിർക്കും. അപ്പൊ പാപം എന്ന് പൗലോസ് പറയുമ്പോൾ അത് വെറും നമ്മൾ ചെയ്യുന്ന ഒരു പാപം അത് മാത്രമല്ല, പാപത്തെ ഒരാളായി സങ്കല്പിച്ചിരിക്കുകയാണ്. ദൈവത്തെ എതിർക്കുന്ന ഒരു ശക്തി ആളായി മാറിയിരിക്കുന്നു. മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. ആദാം എന്ന പാപത്തിലൂടെ ആ ആള് ലോകത്തിലേക്ക്, മനുഷ്യ ചരിത്രത്തിലേക്ക് അഹന്തയോടെ കാല് കവച്ച് വെച്ച് കയറിക്കൂടി. ഇത് 6-ാമത്തെ അധ്യായം 12-14 7-ാമത്തെ അധ്യായം 7 മുതൽ 23 വാക്യങ്ങളിലും ഇത് പൗലോസ് പിന്നെയും വളരെ വിശദമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എങ്കിലും മനുഷ്യന്റെ പാപാവസ്ഥയ്ക്ക് ആദാമിന്റെ പാപം മാത്രമല്ല കാരണമെന്നും ഈ വാക്യത്തില് സൂചന നൽകുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? അപ്രകാരം എല്ലാ മനുഷ്യരും പാപം ചെയ്തതുകൊണ്ട്. ആദാം പാപം ചെയ്തത് മാത്രമല്ല പ്രശ്നം, അവനെ അനുകരിച്ച് നമ്മൾ എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണവും ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു. മരണത്തെയും ഒരാളായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അനുസരണക്കേടിനുള്ള ശിക്ഷ മരണമാണെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഉൽപ്പത്തി 2:17. ഈ അപായ സൂചന നിലനിൽക്കെ ബോധപൂർവം ദൈവത്തെ ധിക്കരിച്ചതിലൂടെ, ഈ കൽപ്പന ധിക്കരിച്ചതിലൂടെ ഉടനെ തന്നെ അവന്റെ ആത്മാവ് മരണത്തിന് വിധേയമായി. പിന്നെ അതിന്റെ ഫലമായിട്ട് ശരീരവും. ഉൽപ്പത്തി 3:19. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാപത്തെ ആളായി സങ്കല്പിച്ചിരിക്കുന്നത് പോലെ മറ്റൊരു കഥാപാത്രമായിട്ട് ആളായിട്ട് മരണത്തെ സങ്കല്പിച്ചിരിക്കുക. പ്രജാപീഡകനായ ഒരു നാടുവാഴിയെ പോലെ പെരുമാറുന്ന മരണമെന്ന ആള്. ഈ റോമാലേഖനം 5:14 5:17 അത് കാണാം. ആദാമിന്റെ വംശത്തിൽ ജനിക്കുന്ന എല്ലാവരുടെയും മേലും ആധിപത്യം പുലർത്തുന്ന ഒരു ഏക ഛത്രാധിപതിയായിട്ടാണ് മരണത്തെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മരണം എന്നതിന് ഗ്രീക്കില് ഥനാത്തോസ് എന്നാണ് വാക്ക്. ഥനാത്തോസ്. ആളായി മാറിയ ആത്മാവ് ദേഹത്തിൽ നിന്ന് വേർപ്പെടുന്ന നിമിഷമായ ശാരീരിക മരണത്തെ മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവന്റെ ഏക ഉറവിടമായ ദൈവത്തിൽ നിന്ന് മനുഷ്യ വ്യക്തികൾ വേർപിരിയുന്ന ആത്മീയ മരണത്തെ സൂചിപ്പിക്കാനും ഇതേ വാക്കാണ് ഉപയോഗിക്കുന്നത്, ഥനാത്തോസ്. ഞാനത് ഒന്ന് ആവർത്തിക്കുകയാണേ. മരണം എന്നതിനുള്ള വാക്ക് ഥനാത്തോസ് എന്ന് പറഞ്ഞല്ലോ. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ആളായി മാറിയ ആത്മാവ് ദേഹത്തിൽ നിന്ന് വേർപ്പെടുന്ന നിമിഷമായ ശാരീരിക മരണം, അത് സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കും. എന്നാൽ അത് മാത്രമല്ല, ജീവന്റെ ഏക ഉറവിടമായ ഏക സത്യ ദൈവത്തിൽ നിന്ന് മനുഷ്യ വ്യക്തികള് പാപം ചെന്ന് വേർപിരിയുമ്പോൾ സംഭവിക്കുന്ന ആത്മീയ മരണം, ആ ആത്മീയ മരണത്തിനും ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതാണ് മരണം, ആത്മീയ മരണം. അത് സൂചിപ്പിക്കാനും ഇതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റോമാലേഖനം 5:21 6:21 6:23 8:2 8:6 കാണാം. ഇതൊരു പ്രാപഞ്ചിക ശക്തിയായിട്ട് നിൽക്കുകയാണ് ഈ മരണം. 8:38 റോമാലേഖനം. 1 കൊരിന്തോസ് 3:22. ക്രിസ്തു പരാജയപ്പെടുത്തേണ്ട അവസാനത്തെ ശത്രു ഈ മരണമെന്ന ആളാണ്. 1 കൊരിന്തോസ് 15:56. ദൈവത്തിനെതിരെ നിൽക്കുന്ന ആളായിട്ട് മരണം എന്ന ആളെ സങ്കല്പിച്ചിരിക്കുകയാണ്. അപ്പൊ മരണം എന്ന് പറയുന്നത് നമ്മള് മരിച്ചു പോകുന്നു, ആ ഒരു അർത്ഥം മാത്രമല്ല, ശാരീരിക മരണം മാത്രമല്ല ബൈബിളിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പം വക്കീലന്മാര് പഠിക്കുമ്പോൾ വക്കീലന്മാരുടെ ഭാഷയുണ്ട്. നിങ്ങൾ കോടതി പോയാൽ വക്കീലന്മാരും ജഡ്ജിയും പറയുന്ന ഭാഷ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുമോ? മനസ്സിലാകില്ല. മാധ്യമ പ്രവർത്തകർക്ക് പോലും ഏതെങ്കിലും വക്കീലന്മാർ പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. നമ്മളൊരു മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടർമാർ തമ്മിൽ പറയുന്ന ഭാഷ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുമോ? ഇല്ല. വാക്കുകൾ നമുക്ക് പരിചയമുണ്ട്, പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന അർത്ഥം വ്യത്യാസമുണ്ട്. സാഹിത്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇതുപോലെ തന്നെ ബൈബിള് പഠിക്കുമ്പോൾ ബൈബിളിന്റെ ഒരു ലോകമുണ്ട്, തിരുവചനത്തിന്റെ ലോകം. അവിടെ നമ്മൾ പരിചയമുള്ള വാക്കുകളാണ് കേൾക്കുന്നതെങ്കിലും അർത്ഥം വ്യത്യാസമുണ്ട്. അപ്പൊ മരണമെന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ മരണത്തെ ഒരാളായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്.
സകല പ്രജകളുടെ മേലും, മനുഷ്യരായ പ്രജകളുടെ മേലും അല്ലാത്ത ഈ പ്രപഞ്ചത്തിലെ സകലത്തിന്റെ മേലും ആധിപത്യത്തോടെ വാഴുന്ന മരണമെന്ന ഏകഛത്രാധിപതി. ആ ദൈവം പരാജയപ്പെടുത്തേണ്ട അവസാനത്തെ ശത്രുവാണ് ഈ മരണം. അതാ ഞാൻ പറഞ്ഞത് 1 കൊരിന്തോസ് 15:56. ഈ 5:12 പൗലോസ് പറയാണ്, എല്ലാവരും പാപം ചെയ്യുകയാൽ. മനുഷ്യ കുടുംബത്തിന്റെ പിതാവായിരുന്നു ആദാം, ആദ്യത്തെ മനുഷ്യൻ. അതിനാൽ ആദാം ദൈവത്തിന് പുറംതിരിഞ്ഞത് മനുഷ്യവംശത്തെ ആകെ ബാധിച്ചു എന്ന് പറഞ്ഞ പൗലോസ് പറയാണ്, അത് നമ്മെ ബാധിക്കാൻ കാരണം നമ്മളും പാപം ചെയ്യാണ്. നമ്മെ എല്ലാവരും ബാധിക്കുന്നു, നമ്മളും പാപം ചെയ്യുന്നു. അപ്പൊ ആദാമിന്റെ പാപം പ്രാതിനിധ്യ സ്വഭാവമുള്ള പ്രവൃത്തിയായിരുന്നു എന്ന് ചുരുക്കം. ഇപ്പൊ നമുക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. ഈ സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് കൂട്ടി. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് വിചാരിക്കുക. നരേന്ദ്രമോദി നികുതി വർദ്ധിപ്പിച്ചു. നമ്മളെല്ലാം ബാധിക്കല്ലേ? എന്തുകൊണ്ടാ? നമ്മുടെ ഒരു പ്രതിനിധിയാണ് ഈ പ്രധാനമന്ത്രി. അദ്ദേഹം ടാക്സ് കൂട്ടിയപ്പോൾ നമ്മളെല്ലാവരും ബാധിക്കുന്നു. അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം, അവിടെ യുദ്ധം നടക്കുമ്പോൾ ഇവിടെ പെട്രോളിന് വില കൂടി, ഡീസലിന് വില കൂടി, പല പ്രശ്നങ്ങൾ. അപ്പൊ നോക്കുക, ഒരാളുടെ പ്രവൃത്തി മറ്റെല്ലാവരും ബാധിക്കുകയാണ്. ഇത് ഭൗതികമായ ലോകത്ത് മാത്രമാണ്, ആധ്യാത്മിക ലോകത്തും ശരിയല്ലേ? വിശേഷിച്ചും ആദാം ഒരു നമ്മുടെ മനുഷ്യവംശത്തിന്റെ മുഴുവൻ പ്രതിനിധിയായിരിക്കുമ്പോൾ, അപ്പൊ അദ്ദേഹത്തിന്റെ ആദാമിന്റെ പ്രവൃത്തി നമ്മളെല്ലാവരും ബാധിക്കുന്നു. നമ്മുടെ പ്രവൃത്തി നമ്മളെ മാത്രമാണ് ബാധിക്കുന്നത്. ഞാൻ അധ്വാനിച്ച കാശോട് ഞാൻ കുറച്ച് കള്ളു കുടിക്കുന്നു, നിനക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ശരിയാണോ? ആ മനുഷ്യന്റെ സ്നേഹിക്കുന്ന ഭാര്യയില്ലേ, മക്കളില്ലേ, അവരൊക്കെ ബാധിക്കല്ലേ? അവരുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കല്ലേ? അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധം ബാധിക്കല്ലേ? എന്തിനാണ് മയക്കുമരുന്നിനെതിരെ ഗവൺമെന്റ് ഇതുപോലെ നിലപാടെടുക്കുന്നത്? ചില ഗവൺമെന്റ് നിലപാട് എടുത്തില്ല, കാരണം അവരുടെ വരുമാനം അതായിരുന്നു. ഇപ്പൊ മറ്റൊരു ഗവൺമെന്റ് വന്നപ്പോൾ നമ്മുടെ സമൂഹത്തെ ആകെ നശിപ്പിച്ച് കളയുന്ന ഒരു സംഗതിയാണെന്ന് മനസ്സിലായിട്ടല്ലേ? ഒരാളുടെ പ്രവൃത്തി മറ്റുള്ളവർ ബാധിക്കുകയല്ലേ? പാപത്തിന്റെ കാര്യത്തിൽ അത് തന്നെയല്ലേ? ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു പാപമല്ലേ? മദ്യം കുടിക്കുന്നത് അതിൽ തന്നെ പാപമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മദ്യം കുടിച്ച് ബൂസായി പണം നശിപ്പിച്ച് ഭാര്യയും മക്കളെയൊക്കെ വല്ലാതെ കഷ്ടപ്പെടുത്തുകയും നാട്ടുകാരെ കഷ്ടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് പാപമല്ലേ? ഞാൻ എന്റെ കാശിനോട് കുറച്ച് കള്ളു കുടിച്ചാൽ നിനക്കെന്താ കുഴപ്പം ചോദിക്കാൻ പറ്റുമോ? നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നവരാണോ? ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോലും സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്? അപ്പോൾ തന്നെ മാത്രമല്ല ആദാം വ്രണപ്പെടുത്തിയത്, നമ്മളും മനുഷ്യ കുടുംബത്തെ ആകെ സഹനത്തിലേക്കും ദൈവത്തിന് അകൽച്ചയിലേക്കും വലിച്ചിഴക്കിയായിരുന്നു ആദാം ചെയ്തത്. നമ്മൾ ചെയ്യുന്നതും അത് തന്നെ. ആദാം ചെയ്തത് കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് ഒഴികഴിവ് പറയരുതെന്നാണ് പൗലോസ് പറയണേ. അതാണ് ഇപ്പൊ ഈ സൂചിപ്പിച്ചത്. അങ്ങനെ അപ്രകാരം എല്ലാ മനുഷ്യരും പാപം ചെയ്തു. അവൻ പാപം ചെയ്തത് ഞാൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റണില്ല. കത്തോലിക്ക സഭയുടെ മതബോധനം 402 മുതൽ 405 വരെ നമുക്ക് വായിക്കാം. എല്ലാവരെയും മനുഷ്യവംശത്തെ മുഴുവൻ വലിച്ചിഴക്കിയായിരുന്നു ആദാം. അതിനെ എതിരെ നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി, ലോകസഭയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് നമ്മൾ ആളുകളെ തെരഞ്ഞെടുത്ത് വിടുന്നു. അവരൊരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ നമ്മുടെ പ്രതിനിധികളാണ്. അത് നമ്മളൊക്കെ ബാധിക്കുകയാണ്. രാജ്യത്തെയാകെയും ചിലപ്പോൾ ലോകത്തെയാകും ബാധിക്കുന്നു. ചുരുക്കത്തില് ഈ തിരുവചനത്തിന്റെ വെളിച്ചത്തിലാണ് ക്രിസ്തുവർഷം 1546 ട്രെന്തോസ് സൂനകദോസ് ഉത്ഭവഭാവം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചു. അതിന് സെക്ഷൻ 5 ആധ്യാത്മികമായി മൃതമായ ഒരു അവസ്ഥയിലേക്കാണ് ആദാമിന് എല്ലാ സന്തതി പരമ്പരകളും ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്നത് എന്നും അതിനാൽ തന്നെ എല്ലാവർക്കും രക്ഷ അനിവാര്യമാണെന്നും ഈ പ്രമാണ സത്യം പഠിപ്പിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 403, 404. ആദാമിന്റെ അബദ്ധം ആവർത്തിച്ച് ചെയ്ത് അനുകരിക്കുന്നതിലൂടെ മാത്രമല്ല, ആദാമിന്റെ വംശത്തിൽ ജനിക്കുന്നതിലൂടെ, മനുഷ്യവംശം ജനിക്കുന്നതിലൂടെയാണ് ഈ പാപാവസ്ഥ വ്യാപിക്കുന്നത്, പരക്കുന്നത്. 1 കൊരിന്തോസ് 15:21 മുതൽ 22 വരെ. എന്തെന്നാൽ എല്ലാവരും വംശാവലി എന്ന ചങ്ങലയുടെ കണ്ണികളാണ്. ആ ചങ്ങലയുടെ ആദ്യത്തെ കണ്ണി ആദാമാണ്. ആദ്യത്തെ മനുഷ്യനായ ആദാം മറ്റെല്ലാ മനുഷ്യർക്കും മാനദണ്ഡമായിരുന്നതിനാൽ അവനിൽ എല്ലാവരും ഉൾച്ചേർന്നിരുന്നു. അവൻ തെറ്റ് ചെയ്തപ്പോൾ നമുക്കെല്ലാം ഈ പാപാവസ്ഥ വന്നു ചേർന്നു. അതിനെയാണ് നമ്മൾ ഉത്ഭവപാപം എന്ന് വിളിക്കുന്നത്. മാമോദീസ സ്വീകരിക്കുന്നത് ഈ ഉത്ഭവപാപത്തിൽ നിന്നും കൂടി രക്ഷപ്രാപിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് പുതിയ ജനനമായ മാമോദീസ എത്രയും പെട്ടെന്ന് വേണമെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അതിന് കാരണം ലൂക്കാസ് സുവിശേഷം 18:15 പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ, ഇപ്പോൾ ജനിച്ച നവജാത ശിശുക്കളെ കർത്താവിന്റെ സ്പർശനം കിട്ടാൻ വേണ്ടിയിട്ട് അമ്മമാര് കൊണ്ടുവന്നു. നവജാത ശിശുക്കളെ എഴുതിയിരിക്കുന്നത് ഇപ്പൊ ജനിച്ചവര്. 8 ദിവസം കഴിഞ്ഞ പിന്നെ നവജാത ശിശുക്കൾ എന്ന് പറയില്ല. അപ്പോൾ
മാത്രമല്ല 8-ാം ദിവസമാണ് പരിച്ഛേദനം ചെയ്തിരുന്നത്, ഉടമ്പടിയുടെ സമൂഹത്തിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഈ ശിശുമാമോദീസ നിരാകരിക്കുന്നത് കത്തോലിക്ക സഭയുടെ പ്രബോധനം മാത്രമല്ല, തിരുവചനങ്ങളെ നിഷേധിക്കുന്ന തുല്യമാണ്. ഈ ഉത്ഭവഭാവം എന്ന് പൗലോസ് പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ട് വരും. ചുരുക്കത്തിൽ നമ്മൾ പാപാവസ്ഥയിലാണ് ജനിക്കുന്നതെന്നും അത് നമ്മൾ ചെയ്ത പാപമല്ല, അതൊരു അവസ്ഥയാണെന്നും ആ അവസ്ഥ നമുക്ക് സ്വയം മറികടക്കാൻ കഴിയില്ലെന്നും ക്രിസ്തുവിന്റെ കൃപ വേണമെന്നും നമ്മൾ ആദാമന്റെ പാപവും പിന്നെ നമ്മുടെ പാപവും മൂലം വീണുപോയത് വലിയൊരു കയത്തിലേക്കാണെന്നും ആ കയത്തിൽ നിന്ന് സ്വയം കരകയറാൻ പറ്റില്ലെന്നും കൈനീട്ടി തരുന്ന ക്രിസ്തുവിനെ കൈപിടിച്ച് നമുക്ക് ഉയർന്നു വരാൻ കഴിയുമെന്നും അംഗീകരിച്ച് ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെടുക. അതിനു വേണ്ടിയിട്ടാണ് പൗലോസ് ഇത് പഠിപ്പിക്കുന്നത്. ഈ ആദാമിന്റെ പാപത്തേക്കാൾ വളരെ വലിയ സംഗതിയാണ് ക്രിസ്തുവിന്റെ കൃപ. ആ കൃപാദാനം അത് ദാനമായി നൽകുന്നതാണ്. പക്ഷെ നമ്മൾ അനുവദിക്കണം കിട്ടാനായിട്ട്. അവനെ കൈപിടിച്ച് ഈ കയത്തിൽ കയറാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സംഗതി എന്താണ്? മാമോദിസയും ഉത്ഭവമാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. തീർന്നില്ല. നമ്മൾ മാമോദിസ സ്വീകരിച്ചാലും പിന്നെയും പാപം ചെയ്യാനുള്ള ഈ ഉത്ഭവമൊക്കെ മാറിപ്പോയാലും ഈ പാപത്തിലെ ചായ്ച്ചൽ അപ്പോഴും ഉണ്ട്. പിന്നെയും പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി കർത്താവ് ഒരുക്കിയതാണ് കുമ്പസാരം എന്ന കൂദാശ. ചെറിയ മൈനർ പാപങ്ങളൊക്കെ വീനിയൽ സെൻസ് ഒക്കെ കുർബാന തന്നെ മോചിക്കപ്പെടും. ഗൗരവമായി പാപം ചെയ്യാനിടയായാൽ അത് കുമ്പസാരത്തിൽ വേണം. അതും കർത്താവ് സ്ഥാപിച്ചിട്ടുണ്ട്. തിരുവചനങ്ങളും അതിനൊക്കെ തെളിവുണ്ട്. ചുരുക്കത്തിൽ മനോഹരമായ ഒരു രക്ഷാപദ്ധതിയാണ് കർത്താവ് സഭയിൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മളത് ഉപയോഗപ്പെടുത്തണം. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് പിന്നെയും പാപം ചെയ്യരുത്. അത് എന്ത് ചെയ്താലും എനിക്കൊരു സംവിധാനം ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ പല പ്രാവശ്യം രോഗം വന്നാൽ നമ്മൾ ക്ഷീണിച്ചു പോകും ശരീരം. അതുപോലെ തന്നെയാണ് പാപം ചെയ്താലും നമ്മുടെ ആത്മാവും ശരീരവും ക്ഷീണിച്ചു പോകും. പിന്നെ ചികിത്സ ഫലിക്കാണ്ട് വരും. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൽ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രാർത്ഥന കടന്ന് ഇരുന്നു കൊണ്ട് നമുക്കിതിനെ മറികടക്കാൻ പറ്റും. ഈ കൃപ ലഭിക്കാനായിട്ട് നമ്മൾ ഒന്നുമല്ലാതായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. അതിനുവേണ്ടിയാണ് പ്രാർത്ഥന. നമ്മൾ കർത്താവിന് മുമ്പിൽ ഇരുന്ന് നമ്മൾ ഒന്നുമല്ലെന്നും ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമുക്ക് ഉണ്ടെന്നും അംഗീകരിക്കുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കർത്താവിന്റെ കൃപ നമ്മളിലേക്ക് വരിക. പ്രാർത്ഥിച്ചാൽ തരുള്ളൂ, പ്രാർത്ഥിക്കാണ്ട് തന്നോടെ ചോദിച്ചാൽ നമ്മുടെ ഈ സ്വാർത്ഥത എന്ന് പറഞ്ഞ സംഗതി മാറി കിട്ടണ്ടേ? എങ്കിലല്ലേ എനിക്ക് രക്ഷ ആവശ്യപ്പെടുന്നത് നമ്മൾ അംഗീകരിക്കണ്ടേ? എന്നിട്ട് ദൈവത്തിന്റെ കൃപ കിട്ടാൻ നമ്മൾ ഹൃദയം തുറന്നു കൊടുക്കണ്ടേ? അല്ലാതെ എങ്ങനെ ആ ഹൃദയം തുറന്നു കൊടുക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയണേ. എത്രയോ മനോഹരമായ പ്രബോധനമാണ് പൗലോസ് നൽകുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ എന്നും ബാധിക്കുന്ന സംഗതി. നമുക്കത് ഈ അവസ്ഥ, നമ്മുടെ അവസ്ഥ ആദ്യം അംഗീകരിക്കാം. പക്ഷെ ആ അവസ്ഥയുണ്ടെന്ന് വിചാരിച്ച് നിരാശപ്പെടാതെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഈ പാപക്കയത്തിൽ നിന്നും നമുക്ക് കരകയറാം. അങ്ങനെ വിശുദ്ധിയിലും കൃപയിലും ജീവിച്ച് കർത്താവിന്റെ ഹിതത്തിനും കർത്താവിന്റെ സന്തോഷത്തിനും അനുസൃതമായി ജീവിച്ച്, ആ സന്തോഷം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ വാക്കുകൂടിയാണ്, പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്തിൽ ജീവിച്ച് നമുക്ക് ഈ ലോകത്തിൽ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ദൗത്യം പൂർത്തിയാക്കാം. അപ്പോൾ പരമമായ ആനന്ദം നമുക്ക് അവിടെയും കിട്ടും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.